പാറ്റയാണ് താരം. കോക്രോച്ച് പലപ്പോഴും നമുക്ക് വലിയ ശല്യമുണ്ടാക്കുന്ന ഇരുണ്ട ഇടങ്ങളിൽ നിന്നും പെട്ടെന്ന് പുറത്തു വന്ന് പെട്ടെന്ന് പെറ്റുപെരുകുന്ന മനുഷ്യർക്ക് ശല്യമാകുന്ന കൂറ, വെറും കൂറ, വിലയില്ലാത്ത നിലയില്ലാത്ത ശല്യക്കാരായ കൂറകൾ പല സാംക്രമിക രോഗങ്ങളും പരത്തുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന പാറ്റകൾ ഒരു രാഷ്ട്രീയ പ്രതിരോധത്തിനുള്ള ഒരു സിംബലായി മാറുന്നു. അത് ഇന്ത്യയിൽ മാത്രമല്ല, ആഗോളതലത്തിൽ അറ്റൻഷൻ പിടിച്ചു പറ്റുന്ന ഒരു പാർട്ടി ഉണ്ടാവുകയാണ്. കൃത്യമായ അർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടിയൊന്നുമല്ല കേട്ടോ. വെറും സാമൂഹിക മാധ്യമ കൂട്ടായ്മയാണ്. ഒരു ട്വിറ്റർ പേജ് അല്ലെങ്കിൽ എക്സിലെ ഒരു പേജിൽ ഒരു ചങ്ങാതി, അമേരിക്കയിൽ ബോസ്റ്റണിൽ ജീവിക്കുന്ന ഒരു ചങ്ങായി, അദ്ദേഹത്തിന് തോന്നിയ ഒരു കുസൃതി അല്ലെങ്കിൽ ഒരു ചിന്ത, ഈ ചിന്തയുടെ നിദാനമെന്ന് പറയുന്നത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ ഒരു പ്രസ്താവനയാണ്. അപ്പോൾ പ്രസ്താവന എന്ന് പറയുന്നത് ശരിയല്ല, വളരെ ലൈറ്റ് വെയിനിൽ നമ്മുടെ ചീഫ് ജസ്റ്റിസ്, ഇന്ത്യയുടെ നീതിപീഠത്തിന് തലപ്പത്തുള്ള ആൾ പറഞ്ഞു പോവുകയാണ്, തൊഴിലില്ലാതെ ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്ന ചില ചെറുപ്പക്കാർ, അവരുടെ ക്രിയേറ്റീവ് എനർജി രാജ്യത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല എന്നൊരു കോണ്ടെക്സ്റ്റിലാണെന്ന് തോന്നുന്നു പറഞ്ഞത്. കൂറകളാണ്, അവരെ വെറും പാറ്റകളെ അനുസ്മരിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇപ്പോൾ പാറ്റയുടെ പേരിൽ കോക്രോച്ച് ജനത പാർട്ടി CJP എന്ന പേരിൽ ഒരു പേജ് തുടങ്ങുകയാണ്. അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ ഈ സൈബർ വിങ്ങിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഒരാളാണ്. സാമൂഹിക മാധ്യമ വിഭാഗം കൈകാര്യം ചെയ്തിരുന്ന 2020 മുതൽ 2023 വരെ കൈകാര്യം ചെയ്തിരുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്ന യോഗ്യത ഇതാണ്: തനിക്ക് ജോലിയില്ല, കൂലിയില്ല, താൻ പബ്ലിക് റിലേഷൻസ് ഗ്രാജുവേറ്റ് ആണ് ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ. അതിനുശേഷം തൊഴിൽ ചെയ്യാൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ആശയം വീണ് കിട്ടിയത്. തന്നെ പോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, തന്നെ പോലെ ചവിട്ടിമെതിക്കപ്പെട്ട, തുച്ഛീകരിക്കപ്പെട്ട കോടികൾ ഈ ലോകത്തുണ്ട്. ചെറുപ്പക്കാരാണ്, ജെൻ സി ആണ്. ഒരു 18 വയസ്സിനും 30 വയസ്സിനും ഇടയുള്ള കാറ്റഗറിയിലെ ചെറുപ്പക്കാർ, വളരെ പ്രൊഡക്റ്റീവ് ഏജാണ്. അവർ ജോലി തേടി നടക്കുന്ന, വിദ്യാഭ്യാസം അങ്ങോട്ട് കഴിഞ്ഞു വരുന്നു, ജോലി തേടി അവർ യാത്രയിലാണ്. അവർ സമൂഹത്തിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നും ഏൽക്കുന്ന പരിഹാസം, അവരുടെ വാക്കിന് വിലയില്ല, അവരുടെ ചിന്തയ്ക്ക് വിലയില്ല. പക്ഷേ അവരാണ് നാളത്തെ ഭാരതം, അല്ലെങ്കിൽ നാളത്തെ ലോകം. അവരാണ് ജെൻ ആൽഫ ആൻഡ് ജെൻ സി. ഈ വിഭാഗം അരാഷ്ട്രീയവാദികളാണെന്നാണ് പൊതുവെ ഒരു എസ്റ്റാബ്ലിഷ് പൊളിറ്റിക്കൽ ക്ലാസ് ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. തങ്ങൾക്ക് നിലപാടുകളുണ്ട്. അത് ആവിഷ്കരിക്കാൻ ഉള്ള പരമ്പരാഗതമായ വെഹിക്കിൾ തങ്ങൾക്ക് വിശ്വാസമില്ല. ആ വെഹിക്കിൾ എന്താണ്? ഒരു പൊളിറ്റിക്കൽ ക്ലാസ്, രാഷ്ട്രീയക്കാർ. അത് CPM ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ, മറ്റേ പ്രാദേശിക കക്ഷിയാകട്ടെ, അവരൊക്കെ കാൻഡിഡേറ്റ്സിനെ ഫീൽഡ് ചെയ്യുന്നു. തങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ല എങ്കിലും അവർക്ക് വോട്ട് ചെയ്ത് അവരെ തിരഞ്ഞെടുക്കാൻ തങ്ങൾ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഈ പ്രക്രിയയിൽ ചെറുപ്പക്കാർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരിൽ പലരും ടെക്നോക്രാറ്റുകളാണ്. അവർ പറയുന്നത്, ഇതിൻ്റെ യോഗ്യത പറയുന്നത് എന്താണ്? ഈ പാർട്ടിയുടെ യോഗ്യതയായി ഈ പാർട്ടിയിൽ ചേരാൻ, പാർട്ടി എന്നുള്ളതല്ല, ഈ പേജ് ഫോളോ ചെയ്യാൻ, അല്ലെങ്കിൽ അതിൽ ചേരാൻ, പ്രതീകാത്മകമായിട്ടെങ്കിലും ആ പാർട്ടിയിൽ ചേരാനുള്ള യോഗ്യതകളായി പറയുന്നത് അവരെ നെറ്റിസൻസായി, തൊഴിലുണ്ടാവരുത്, ചെറുപ്പക്കാരായിരിക്കണം, നെറ്റിസൻസ് ആയിരിക്കണം, അതായത് ടെക് സാവി ആളുകളായിരിക്കണം, 24 മണിക്കൂറും ഓൺലൈൻ ഇങ്ങനെ ഇരിക്കുന്ന ചില ആളുകൾ. അങ്ങനെയാണല്ലോ, ഏത് നേരവും മൊബൈലിൽ ഇങ്ങനെ കുത്തിയിരിക്കും, അല്ലെങ്കിൽ ടാബിലായിരിക്കും, അല്ലെങ്കിൽ ലാപ്ടോപ്പ് മടിയിൽ വെച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അവർ മുഖമെടുത്ത് നോക്കാറില്ല. അങ്ങനത്തെ കാറ്റഗറി ആയിരിക്കണം. പക്ഷേ അവർക്ക് അഭിപ്രായമുണ്ട്. ഇത് പ്രതീകാത്മകമായി പറയുന്നത് കേട്ടോ. ചില പ്രോമിസുകളും പറയുകയാണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് അതർ ജഡ്ജസ്, once they retire, they should not be considered for gubernatorial positions. സംസ്ഥാന ഗവർണർമാരായും MP-മാരായും MLA-മാരായും മന്ത്രിമാരായും അവരെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ നിയമിക്കുന്നത് കടുത്ത അവകാശ ലംഘനമാണ്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ആളുകൾ, ജഡ്ജിമാർ, ഹൈക്കോടതി ജഡ്ജിമാർ, ഇവരൊക്കെ നല്ല ശമ്പളം പറ്റുന്നവരാണ്, നിഷ്പക്ഷമായി വിധി പറയുന്നവരാണ്, ഭരണഘടനയെ നെഞ്ചിലേറ്റുന്നവരാണ്, ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നവരാണ്.
അവർ ഭീതിയോ ഭയമോ ഭാവിയിൽ തങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന രാഷ്ട്രീയ സൗഭാഗ്യങ്ങളോ ഇല്ലാതെ നിഷ്പക്ഷമായി നീതി നിർവഹിക്കേണ്ടതിന് നാളുകളിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷി ഗവർണർ പദം വെച്ച് നീട്ടും. അങ്ങനെയുള്ള ആളുകളുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗിൽ, അദ്ദേഹം കോൺഗ്രസ് ഗവൺമെൻറ് കാലത്ത് അദ്ദേഹം ഉയർത്തപ്പെട്ടു, മറ്റൊരു പൊസിഷനിലേക്ക് കടന്നു വരികയാണ്. അതുപോലെ എത്രയോ പേരാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നവരും ജഡ്ജിമാരായിരുന്നവരും എത്രയോ പേര് കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്കും MP സ്ഥാനത്തേക്കും ഗവർണർഷിപ്പിലേക്കും ഒക്കെ കൂടി കടന്നു വന്നത് തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. അത് മറ്റൊരു ക്ലെയിമാണ്, മറ്റൊരു ആർഗ്യുമെൻ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, ഇവിടെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് പറയുന്നില്ല, അധികാരത്തെക്കുറിച്ച് പറയുന്നില്ല, എങ്കിലും പ്രതീകാത്മകമായി തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ പരിപാടി തങ്ങൾ അവസാനിപ്പിക്കും. ജഡ്ജിമാർക്ക്, ന്യായാധിപന്മാർക്ക് ഒരിക്കലും രാഷ്ട്രീയ പൊസിഷൻസിലേക്ക് വരാൻ നിയമപരമായ അനുവാദം ഉണ്ടാവില്ല, നിയമം ഞങ്ങൾ തിരുത്തും എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നീറ്റ് പരീക്ഷയാണ് പ്രത്യേകിച്ച് യുവാക്കളെ ഇപ്പോൾ പ്രകോപിപ്പിച്ചൊരു 25 ലക്ഷത്തോളം പേര്, 1/4 കോടിയോളം കുട്ടികൾ, അവരുടെ പേരൻസ് തീ തിന്നുകയാണ്. നീറ്റ് പരീക്ഷ ഫിസിക്സിൻ്റെ, കെമിസ്ട്രിയുടെ, ബയോളജിയുടെ ചോദ്യപേപ്പർ അകത്ത് നിന്ന് തന്നെ ചോർത്തുകയാണ്. ഇത് വലിയ ക്രിമിനൽ വൽക്കരണമല്ലേ നടന്നത്? അതിൻ്റെ തലപ്പത്തിരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന രീതിയിൽ പ്രക്ഷോഭം നയിക്കാൻ ഒരുങ്ങുകയാണ് ജൻസി കൂട്ടായ്മ. ഇപ്പം അതിൻ്റെ ആദ്യപടി എന്നുള്ള നിലയിൽ ബാംഗ്ലൂർ നഗരത്തിൽ അടുത്ത ദിവസം ഒരു മനുഷ്യ ചങ്ങല തീർക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അങ്ങനെ ഒരു കോൾ ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സങ്കല്പത്തിൽ നിന്നും ഇത് തെരുവിലേക്ക് വരികയാണോ? അതാണ് ചോദ്യം. അപ്പം ജൻസിയുടെ പ്രക്ഷോഭം തെരുവിലേക്ക് ഇറങ്ങുന്നു. ഒരു സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെ ഒരു രസമല്ലേ, ഒരു ആക്ഷേപഹാസ്യമല്ലേ? ഇതൊക്കെ ഒരു കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് പഠിച്ചിരുന്ന കാലത്തൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. KSU, SFI, ABVP ഒക്കെ മത്സരിക്കുന്നു. അതേസമയം ഏതെങ്കിലും ഫാൻസി ഒരു സംഘടന കൂടെ മത്സരിക്കും. ഏതെങ്കിലും തൊട്ടിൻകരയിൽ വിമാനം ഇറങ്ങാൻ വിമാനത്താവളം ഉണ്ടാക്കും. പഴയ സിനിമാ പാട്ടിൻ്റെ പാരഡി പോലെയാണ്. നടക്കുന്ന കാര്യങ്ങളല്ല പറയുന്നത്, പക്ഷേ ഇതൊരു രസമാണ്. അല്ലെങ്കിൽ വെറുതെ കിടക്കുന്ന ഒരു സ്ഥലത്ത് നല്ല സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കും. ഇതൊക്കെ ചുമ്മാ കുറേ വാഗ്ദാനങ്ങൾ അടിച്ചു വിടുകയാണ്. അതുപോലെയുള്ള ആക്ഷേപഹാസ്യമല്ലിത്. ജനങ്ങളെ, ജൻസി കുട്ടികളെ, പുതിയ തലമുറയെ ആഴത്തിൽ ബാധിച്ചതും അവർക്ക് നേരിട്ട് പരിഹാരമില്ലാത്തതും പൊളിറ്റിക്കൽ ക്ലാസ് എന്ന BJP, കോൺഗ്രസ്, CPM ഒക്കെ ആളുകൾ അവഗണിക്കുന്നതുമായ വിഷയങ്ങൾ പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവരാൻ വേണ്ടി ഈ പേജ് ഉപയോഗിച്ചു. ഒരു 6 ദിവസത്തിനുള്ളിൽ 2.2 കോടി ഫോളോവേഴ്സാണുള്ളത് ഇൻസ്റ്റഗ്രാമിൽ ഈ പറഞ്ഞ പേജിന്. ട്വിറ്റർ പേജ് 4-ാം ദിവസം തന്നെ അതങ്ങ് പൂട്ടിക്കെട്ടി. ഗവൺമെൻറ് രാജ്യദ്രോഹപരമായ ഒരു പ്രക്രിയയായിട്ട് ഇതിനെ കണ്ടു തുടങ്ങി. ഇതിനകത്ത് വരുന്ന ചില കമൻറ്റുകൾ ഒരുപക്ഷെ രാജ്യദ്രോഹപരമാണ്. ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്ന് വരുന്ന കൂട്ടംപിരിക്കൊണ്ട പ്രചരണം സംഭവിക്കുന്നു. ഇതിൻ്റെ അംഗങ്ങൾ, അതായത് ഈ പേജ് ഫോളോ ചെയ്യുന്ന ആളുകൾ, മറ്റേ എല്ലാ അക്രോസ് ദ ഫ്രോണ്ടിയർ, അതിൻ്റെ മഹാഭൂരിപക്ഷവും ഇന്ത്യക്ക് പുറത്താണ്. ഇന്ത്യക്കാരായ 9% പേരേ ഉള്ളൂ. പക്ഷേ അത് സാങ്കേതികമായി ശരിയല്ല. ഇന്ത്യക്കാർ തന്നെയാണ് മഹാഭൂരിപക്ഷവും. ആ രീതിയിൽ തന്നെ റിപ്പോർട്ടുകളാണ്, ഇൻഡിപെൻഡൻറ്റ് റിപ്പോർട്ടുകൾ വരുന്നത് ഇന്ത്യക്കാരായ ആളുകളാണ് ഭൂരിപക്ഷവും. പക്ഷേ പാകിസ്ഥാനിൽ നിന്നും, ബംഗ്ലാദേശിൽ നിന്നും, അമേരിക്കയിൽ നിന്നും, ഓസ്ട്രേലിയയിൽ നിന്നും ഒക്കെ തന്നെ ആളുകൾ ഈ പേജ് ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ അത് വിലക്കി. ഇന്ത്യയിൽ വിലക്കുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്ക് പ്രവേശനം ഇപ്പോഴും ഉണ്ടല്ലോ. ആ രീതിയിലാവാം അത് സംഭവിച്ചത്, അതറിയില്ല. പക്ഷേ ഇത് രാജ്യദ്രോഹപരമായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള മറഞ്ഞിരിക്കുന്ന ചില ശക്തികളുടെ കുൽസിതമായ ശ്രമമായി പാറ്റ പാർട്ടിയെ കാണുന്നു. ഇപ്പോൾ പാറ്റ പാർട്ടി നിരോധിച്ചു, അല്ലെങ്കിൽ ആ ഒരു പേജ് അങ്ങ് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ പുതിയൊരു പേജ് കോക്രോച്ച് ഈസ് ബാക്ക് എന്ന രൂപത്തിൽ മറ്റൊരു പേജ് തുറക്കുകയാണ്. അതിന് നിമിഷാർത്ഥം കൊണ്ട് ലക്ഷക്കണക്കിന് ഫോളോയിങ് വരികയാണ്. അതുകൊണ്ട് മാത്രമല്ല, പാകിസ്ഥാനിലും സമാനമായ പാർട്ടി വരുന്നു, മറ്റ് പല രാജ്യങ്ങളും സമാനമായ പാർട്ടി വരുന്നു. ഇപ്പോൾ പാറ്റ ഒരു പ്രതീകമായി വരികയാണ്. ഇത് ബിംബവൽക്കരണമൊന്നും പറയാൻ ആവില്ല, പക്ഷേ പ്രതീകമായി വരികയാണ്. നോക്കൂ, മുല്ലപ്പൂ ഒരു പ്രതീകമായി വന്നത് നോക്കൂ, കുട ഒരു പ്രതീകമായി വന്നത് ഓർക്കൂ. പ്രേക്ഷകരൊന്ന് ആലോചിച്ച് കുറച്ച് പുറകിലേക്ക് പോയി ഒന്ന് ആലോചിക്കൂ. 2000ങ്ങളുടെ ആദ്യഘട്ടങ്ങളിൽ മുല്ലപ്പൂ വിപ്ലവം അരങ്ങേറി. അത് ടുണീഷ്യയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു വെജിറ്റബിൾ വെൻഡറിനെ അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ
കയ്യേറ്റം ചെയ്യുകയും വധിക്കുകയും ചെയ്തതിൽ നിന്നും ഉരുണ്ടുകൂടിയ ജൈവികമായ ഒരു പ്രതിഷേധം. അത് ടുണീഷ്യയിൽ മാത്രം നിൽക്കേണ്ടതാണ്. പക്ഷേ സ്വാതന്ത്ര്യം, ഫ്രീഡം എന്ന അലച്ചുകൊണ്ട് ടുണീഷ്യയിലെ യുവാക്കൾ സോഷ്യൽ മീഡിയയുടെ കൂടെ സഹായത്തോടു കൂടി സംഘടിച്ചു. അവർ ആയുധമാക്കിയത് മുല്ലപ്പൂവിനെയാണ്. ടുണീഷ്യയുടെ ദേശീയ പുഷ്പമായിരുന്നു മുല്ലപ്പൂ. ആ മുല്ലപ്പൂ വിപ്ലവം വടക്കൻ ആഫ്രിക്കയിലെ അറബി നാടുകളിലൂടെ കൊടുങ്കാറ്റ് പോലെ ചീറിയടിച്ചു. ലിബിയയുടെ കേണൽ ഗദ്ദാഫി ഭരണകൂടം വീണു. ഈജിപ്തിലെ ഹോസ്നി മുബാറക് ഭരണകൂടം വീണു. ടുണീഷ്യയിലെ ഭരണകൂടം ആദ്യം തന്നെ നിലംപതിച്ചു. മൊറോക്കോയിലെ ഭരണകൂടം എന്നുവേണ്ട വടക്കൻ ആഫ്രിക്കൻ അൽഗളിലെ അറബി മേഖലയിലെ ഭരണകൂടങ്ങൾ ഒന്നൊന്നായി കടപുഴക്കിക്കൊണ്ട് മുല്ലപ്പൂ വിപ്ലവം അങ്ങോട്ട് അരങ്ങേറി. അതിനുശേഷം നടന്നത് പല പല രീതിയിലുള്ള ശൈഥില്യങ്ങൾ അവിടെ സംഭവിച്ചു എന്നതും ഇസ്ലാമിക് ബ്രദർഹുഡൊക്കെ ഉദയം ചെയ്തു. അത് വലിയ രീതിയിൽ മാറ്റങ്ങളുണ്ടായി. അത് പോസിറ്റീവ് ചേഞ്ചസ് എന്നല്ല ഞാൻ പറയുന്നത്. സമാനമായ രീതിയിൽ ഹോങ്കോങ്ങിൽ കൂട്ടവിപ്ലവം, ചൈനീസ് ആധിപത്യത്തിന് കൂട്ടപിടിക്കുന്ന നാണം കെട്ടവനെ എന്ന രൂപത്തിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, പോലീസുകാർക്കെതിരെ കുട പിടിച്ചുകൊണ്ട് നിനക്ക് ഞാൻ പിടിച്ചു തരാം, എടാ നാണം കെട്ടവനെ നിനക്ക് ഞാൻ കുട പിടിച്ചു തരാം എന്ന മട്ടിൽ സാധാരണക്കാർ പോയി പോലീസുകാർക്ക് കുട പിടിച്ചു കൊടുക്കുന്ന ഒരു പ്രതിഷേധ രീതി. പുതിയ രീതിയാണ്, പുതിയ പിള്ളേരാണ്, പുതിയ രീതിയാണ്. അവരുടെ സമ്മർദ്ദങ്ങൾക്ക്, അവരുടെ മാനസിക സംഘർഷം പല രൂപത്തിലാണ് വെളിയിൽ വരുന്നത്. അതൊക്കെ പ്രക്ഷോഭമായി വരികയാണ്. അത് ജെൻസി പ്രക്ഷോഭം എന്ന് പറയാം. സമീപകാലത്തെ ശ്രീലങ്കയിൽ കണ്ടു. അതിനേക്കാൾ രൂക്ഷമായി ബംഗ്ലാദേശിൽ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചത് ജെൻസി പ്രക്ഷോഭത്തിലൂടെയാണ്. നേപ്പാളിൽ അത് സംഭവിച്ചു കഴിഞ്ഞ വർഷം. അങ്ങനെ ജെൻസി പ്രക്ഷോഭം ഭരണകൂടങ്ങളെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ വളർന്നു വരും എന്ന ചിന്തയിൽ നിന്നുകൊണ്ടാണോ ഈ ഒരു പേജിനെ മുളയിലെ നുള്ളുക എന്ന പ്രമാണം അനുസരിച്ചാണോ നുള്ളിയത്? ഇവിടെ ഡോക്ടർ ശശി തരൂർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നതെന്ന് കേൾക്കൂ. The youth have something to tell the world. Do you have ears to listen? ഇത് കേൾക്കാൻ ചെവികളുണ്ടോ? ഇവർക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ ആയുധങ്ങളുണ്ട്. പഴയകാല ആയുധങ്ങളല്ല, തോക്കും പീരക്കി ഒന്നുമല്ല, ബോംബല്ല, മറിച്ച് വിരൽത്തുമ്പുകളാണ് ആയുധങ്ങൾ. മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, അല്ലെങ്കിൽ ടാബുകൾ, സോഫ്റ്റ്വെയറുകൾ, സോഷ്യൽ നെറ്റ്വർക്ക് കൂട്ടായ്മകൾ, സാമൂഹിക മാധ്യമങ്ങളിലൂടെ അവർ ഇടപെടുന്നു. പുതിയ കാല വിപ്ലവമാണ്. ആ പുതിയ കാല വിപ്ലവത്തിനൊരു പൂർണ്ണമായ രാഷ്ട്രീയ നിറമില്ല. പക്ഷേ അതിനേത് നിമിഷവും അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടേക്കാം. ആ രാഷ്ട്രീയ കൂട്ടായ്മ എന്ന ഇപ്പോൾ തള്ളിക്കളയുന്ന ഒരു വിഭാഗം ഒരു പൊളിറ്റിക്കൽ ഒരു കളർ സ്വീകരിച്ചേക്കാം. നിലവിലുള്ള വ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കത്തക്ക രീതിയിലുള്ളൊരു ജൻസി പക്ഷമായി മാറുമോ? ഇതാണ് ചോദ്യം. എൻ്റെ ഉത്തരം അങ്ങനെ ഉടനെ മാറില്ല. ഇന്ത്യയിൽ അത് മാറില്ല. ബംഗ്ലാദേശിൽ സംഭവിച്ചു. കാരണം ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ ഇതിനിടയിലേക്ക് നുഴഞ്ഞു കയറി ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി വെളിയിൽ നിന്നുമുള്ള സമ്മർദ്ദം കൊണ്ട് ഷെയ്ഖ് ഹസീന ഗവൺമെന്റിനെ അട്ടിമറിച്ചു. അത് എൻജിനീയർഡ് ആയിരുന്നു. ഇപ്പോൾ ഇത് എൻജിനീയർഡ് ആണ് എന്ന് പറയാൻ വിവരങ്ങൾ ഒന്നും തന്നെ ഇല്ല. മറഞ്ഞിരിക്കുന്ന ശക്തികളുടെ താല്പര്യങ്ങൾ ഉണ്ടാവാം, അവരറിയുന്നില്ല. ഈ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്ന അല്ലെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യുന്ന കുട്ടികൾ അറിയുന്നില്ല. അവരൊരുപക്ഷെ ഉപയോഗിക്കപ്പെട്ടേക്കാം. ഇപ്പോഴല്ല, നാളുകളിൽ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ, രാജ്യത്തെ ശിഥിലമാക്കാൻ അവർ അറിഞ്ഞുകൊണ്ടല്ലാതെ നിമിത്തമായേക്കാം. അറിയുന്നില്ല അവർ. അതുകൊണ്ട് ഗൗരവമായി അവർ അഡ്രസ്സ് ചെയ്യുന്ന വിഷയങ്ങളിൽ തീരുമാനമുണ്ടാകണം. അവരെ കേൾക്കാൻ കഴിയണം. അപ്പം അതാണ് ശശി തരൂർ ഉൾപ്പെടെ പറയുന്നത്. ഇപ്പോൾ മഹുവ മൊയ്ത്ര, ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് നേതാവാണ് മഹുവ മൊയ്ത്ര ഇതിൽ ചേർന്നിരിക്കുന്നു, പ്രതീകാത്മകമായെങ്കിലും ചേർന്നിരിക്കുന്നു. മുലായം സിംഗ് യാദവിൻ്റെ മകൻ അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിൽ ഇതിൽ ചേർന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി മാറിയെന്നല്ല, ഈ പേജ് ഫോളോ ചെയ്തിരിക്കുന്നു എന്നാണ് അർത്ഥം. അതിനർത്ഥം കൂടുതൽ പേര് റെസിസ്റ്റൻസിന് വേണ്ടി പുതിയ മാർഗങ്ങൾ തേടുന്ന പ്രവണതയെ എൻഡോഴ്സ് ചെയ്യുന്നു. പക്ഷേ രാജ്യത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ക്ലാസ് ആണ്, പൊളിറ്റിക്കൽ പാരഡൈംസ് ആണ്. അതിന് പുറമെ മറ്റ് പാരഡൈംസ് ഉണ്ടായാൽ അതിനിടയിലേക്ക് നമുക്ക് നിയന്ത്രണങ്ങളില്ല. ഇത് രജിസ്റ്റേർഡ് പാർട്ടി അല്ല. രജിസ്റ്റേർഡ് പാർട്ടി അല്ലാത്ത ഒരു സംഘടന, ഒരു അനോമിക് ഗ്രൂപ്പ് പെട്ടെന്ന് തെരുവിലിറങ്ങുകയാണ്. വെട്ടുക്കിളി കൂട്ടം പോലെ തെരുവിലിറങ്ങി സകലത് നശിപ്പിക്കുന്നു എന്ന് കരുതുക. നശിപ്പിക്കുന്നു എന്ന് കരുതുക. നാളുകളിൽ ഇത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ സോഷ്യൽ നെറ്റ്വർക്ക് കൂട്ടായ്മകൾ രാജ്യവിരുദ്ധമായി അറിയാതെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഇത് പാഠമാണ്. ഭാരതീയ ജനതാ പാർട്ടി ഈ കുട്ടികളെ ശത്രുക്കളായി കാണാതെ ഈ പേജിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതൊരു നിവേദനമൊന്നുമല്ല, ഒരു ആക്ഷേപഹാസ്യമാണ്.
അതിന് നിദാനമാകുന്ന സാഹചര്യങ്ങളെ ഇത് മനസ്സിലാക്കുന്നു എന്നാണ്. ജഡ്ജിമാരുടെ നിയമനം ഉൾപ്പെടെ അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്, അതിന് പിന്നിൽ സ്ഥാപിത താല്പര്യമുണ്ട്. നീറ്റ് പരീക്ഷയ്ക്ക് കാരണമായ, അല്ലെങ്കിൽ ഈ നീറ്റ് വിവാദത്തിന് കാരണമായ ആളുകളെ ഷീൽഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ഭരണകൂടം സംരക്ഷിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്കറിയാം, ഓടരുത് അമ്മാവാ ആളറിയാം, ഞങ്ങൾക്കറിയാമേ എന്ന് ജെൻസി പറയുന്ന രീതിയാണ് ഈ പേജുകളൊക്കെ. ഇതൊക്കെ മനസ്സിലാക്കി അതിന് ചേരുന്ന രീതിയിൽ പ്രതികരിക്കാൻ തക്ക ഒരു പക്വത ഭരണകൂടത്തിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അല്ല എങ്കിൽ പാറ്റയാണ്, കൂറയാണ് സാധനം, വല്ലാതെ അങ്ങ് പെരുകിക്കഴിഞ്ഞാൽ അത് പ്ലേഗായി മാറും. അത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. ജാഗ്രത.